പോലലാലെല്ലേലാം പോലലാലല്ലേ താതേ ആപ്പോലാലെല്ലേലാം ലേലലാലെല്ലേലാം പോലലാലെല്ലേലാ ലേലാലല്ലേ പെയ്താ പോലല്ല ഞാനിതാ കൈതോഴുന്നേ താതേ ആപ്പോലാലെല്ലേലാം ലേലലാലെല്ലേലാം പോലലാലെല്ലേലാ ലേലാലല്ലേ പെയ്താ ആദിഗണപതിയേ ആനമുഖവോനേ ഞാനിതാ തന്ന എൻ ഗുരുനാഥനെ ഞാനിതാ കൈതോഴുന്നേ താതേ ആപ്പോലാലെല്ലേലാം ലേലലാലെല്ലേലാം പോലലാലെല്ലേലാ ലേലാലല്ലേ ചെയ്താ എനിക്കു പഠിച്ചു തന്ന തപ്പും പിഴ വന്നാലോ സഭയോർ പോറുത്തിടേണേ താതേ ആപ്പോലാലെല്ലേലാം ലേലലാലെല്ലേലാം പോലലാലെല്ലേലാ ലേലാലല്ലേ ചെയ്താ ഉപ്പും പുളി തിന്നും നാവിൽ തപ്പും പിഴ വന്നാലേ സഭയോർ പോറുത്തിടേണേ താതേ ആപ്പോലാലെല്ലേലാം ലേലലാലെല്ലേലാം പോലലാലെല്ലേലാ ലേലാലല്ലേ ചെയ്താ ചന്തത്തിൽ പന്തരിട്ട് ചതുരവിളക്കും വെച്ച് സഭയിലും വന്നു ഞാൻ താതേ ആപ്പോലാലെല്ലേലാം ലേലലാലെല്ലേലാം
ലേലലാലല്ലേലാം പോലലാലല്ലേലാലേ ചെയ്താ വല്ലിച്ചിറ എൻ്റെ നാട്ടിൽ വലിയ തമ്പുരാൻ്റെ വലിയാളാണ് ഞാൻ താതേ ആപ്പോലാലല്ലേലാം ലേലലാലല്ലേലാം പോലലാലല്ലേലാലേലാലല്ലേ ചെയ്താ വല്ലിച്ചിറയന്റെ നാട്ടിൽ വലിയ തമ്പുരാന്റെ വലിയാളാണ് ഞാന് താതേ ആപ്പോലാലല്ലേലാം ലേലലാലല്ലേലാം പോലലാലല്ലേലാലേലാലല്ലേ വെളുക്കും വേണിട്ട് ഞാനും വെളിച്ചെണ്ണയും തേച്ച് പിണ്ണാക്കരച്ചെടുത്ത് താതേ ആപ്പോലാലല്ലേലാം ലേലലാലല്ലേലാം പോലലാലല്ലേലാലേലാലല്ലേ ചെയ്താ വെളുക്കുമ്പോണിച്ച് ഞാനും വെളിച്ചെണ്ണയും തേച്ച് പിണ്ണാക്കരച്ചെടുത്ത് താതേ ആപ്പോലാലല്ലേലാം ലേലലാലല്ലേലാം പോലലാലല്ലേലാലേലാലല്ലേ ചെയ്താ പഠിക്കല ചിറയിലും മുങ്ങിക്കുളിച്ച് ഞാനും ചാളയ്ക്കൽ ചെന്നു നിന്ന് താതേ ആപ്പോലാലല്ലേലാം ലേലലാലല്ലേലാം പോലലാലല്ലേലാലേലാലല്ലേ ചെയ്താ പഠിക്കല് ചിറയിലും മുങ്ങിക്കുളിച്ചു ഞാനും ചാളയ്ക്കൽ ചെന്നു നിന്ന് താതേ ആപ്പോലാലല്ലേലാം ലേലലാലല്ലേലാം പോലലാലല്ലേലാലേലാലല്ലേ ചെയ്താ ചാളയ്ക്കൽ ചെന്നു നിന്ന് പേഴ തുറന്നും വെച്ച് തോലം പുടവയെടുത്ത് താതേ ആപ്പോലാലല്ലേലാം ലേലലാലല്ലേലാം പോലലാലല്ലേലാലേലാലല്ലേ ചെയ്താ ചാളയ്ക്കൽ ചെന്നു നിന്ന് പേഴ തുറന്നു വെച്ച് തോലൻ പുടവയുടുത്ത് താതേ ആപ്പോലാലല്ലേലാം ലേലലാലല്ലേലാം പോലലാലല്ലേലാലേലാലല്ലേ ചെയ്താ ചുറ്റും കരയുള്ളതൊരു വട്ടക്കരമുണ്ടെടുത്ത് മുലക്കച്ച കെട്ടി ഞാന് താതേ ആപ്പോലാലല്ലേലാം ലേലലാലല്ലേലാം പോലലാലല്ലേലാലേലാലല്ലേ ചെയ്താ ചുറ്റും കരയുള്ളതൊരു വട്ടക്കരമുണ്ടെടുത്ത് മുലക്കച്ച കെട്ടി ഞാന് താതേ ആപ്പോലാലല്ലേലാം ലേലലാലല്ലേലാം പോലലാലല്ലേലാലേലാലല്ലേ ചെയ്താ നച്ചികൊച്ചിട്ടിച്ചിരി കളിനീലി കാമാക്ഷി വെള്ളച്ചിയാണെൻ്റെ പേര് താതേ ആപ്പോലാലല്ലേലാം ലേലലാലല്ലേലാം പോലലാലല്ലേലാലേലാലല്ലേ ചെയ്താ നച്ചികൊച്ചിട്ടിച്ചിരി കളിനീലി
പോലലാലല്ലേ ലാലേ ലാലല്ലേ ചെയ്താം താഴ്മണി തരിമണി വരിമണി കളാഞ്ചി തരം പോലെ കെട്ടി ഞാന് താതേ ആ പോലാലെല്ലേലാം ലേലലാലെല്ലേലാം പോലലാലെല്ലേലാലേലാലല്ലേ ചെയ്താ താഴ്മണി തരിമണി വരിമണി കളാഞ്ചി വരം പോലെ കെട്ടി ഞാന് താതേ ആ പോലാലെല്ലേലാ ലേലലാലെല്ലേലാ പോലലാലെല്ലേ ലാലേ ലാലല്ലേ ചെയ്താ താഴ്മണി തരിമണി വരിമണി കളാഞ്ചി തരം പോലെ കെട്ടി ഞാന് താതേ ആ പോലാലെല്ലേലാം ലേലലാലെല്ലേലാം പോലലാലെല്ലേലാലേലാലല്ലേ ചെയ്താ താഴ്മണി തരിമണി വരമണി കളാഞ്ചി തരം പോലെ കെട്ടി ഞാന് താതേ ആ പോലാലെല്ലേലാം പോലലാലെല്ലേലാം പോലലാലെല്ലേലാ ലേലാലല്ലേ ചെയ്താ ഒരാള് വന്നിട്ടുണ്ട്. ഇത് എന്തത് ആറ ഏ ആ ഔ എന്ത് സുഖം ഓ അതെ ചൂട് കാലത്തെ വേനൽക്കാലത്തെ വരുന്നോ അടി അടി മാറി എന്താ സാധനം 6 അടി ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റിയാപ്പാ ആ ഏട്ടനല്ലേ ഒരാളുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഡീൽ ചെയ്യാൻ വിളിക്കുന്ന ആളല്ലേ ഒന്ന് വിളിക്കേ ആ ഡാ ഏട്ടോ അങ്ങനെയൊന്നും വരില്ല ഓടിവാ ഓടിവാ കളയുണ്ടോ ഓടിവാ കളയുണ്ടോ കാലത്തൂരാലും മേലഞ്ചാറു ചക്ക കൊയ്യല്ല ചങ്ങാതി ഞാനും പോയി കണ്ടേ കാലത്തൂരാലും മേലഞ്ചാറു ചക്ക കൊയ്യല്ല ചങ്ങാതി ഞാനും പോയി കണ്ടേ കാലത്തൂരാലും മേലഞ്ചാറു ചക്ക കൊയ്യല്ല ചങ്ങാതി ഞാനും പോയി കണ്ടേ മേലഞ്ചാറു ചക്ക കൊയ്യല്ല ചങ്ങാതി ഞാനും പോയി കണ്ടേ മുണ്ടൂരു മൂരി മൂന്ന് പ്രസവിച്ചതു കൊയ്യല്ല ചങ്ങാതി ഞാനും പോയി കണ്ടേ മുണ്ടൂരു മൂരി മൂന്ന് പ്രസവിച്ചതു കൊയ്യല്ല ചങ്ങാതി ഞാനും പോയി കണ്ടേ വെള്ളാരം കല്ലിനും മീശ മുളച്ചതു കൊയ്യല്ല ചങ്ങാതി ഞാനും പോയി കണ്ടേ വെള്ളാരം കല്ലിനും മീശ മുളച്ചതു കൊയ്യല്ല ചങ്ങാതി ഞാനും പോയി കണ്ടേ കേട്ടോ ഓടിവാ കേട്ടോ ഓടിവാ കേട്ടോ ഓടിവാ ഓടിയോ കളയുണ്ടോ കേട്ടോ ഓടിവാ എന്താണ് പ്രതിഭ എന്താണ് ഇതന്നെ നമ്മുടെ ആട്ടൻ ഇതെന്താണിത് പറയില്ലേ ഇയാൾ എന്താ ശ്വാസം വിടുകയാണ് സ്വാമിയെ മൂരിയോ ഒരു പ്രത്യേക സൈസാണ് അതെ അപ്പൊ നമുക്ക് ആ നമ്മുടെ ഏട്ടനാണോ എന്നൊന്ന് കൺഫേം ചെയ്യണ്ടേ അതെ അതെ മൂപ്പർക്ക് ഒരു തുമ്പച്ചെവി ഉണ്ട് എവിടെയത് തൊട്ട് നോക്കിയാ അറിയാം ആ നോക്ക് ആളെ അതേ സാധനം അതെ അല്ലേ കൊറേ കാലം കാണാത്തോണ്ട് അതെ അതെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതെ അപ്പളേ ആ ഒരു കുട്ടി ഇവിടെ വന്നിട്ട് എവിടെ ഇങ്ങോട്ട് വാടിയമ്മ ഒരു ചെറിയ കുട്ടി ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു 3 വയസ്സായിട്ടുണ്ടാവും ആ അപ്പോ എന്താ അപ്പോ ഉണ്ടല്ലോ. ചെറിയ ബോട്ടിൽ കിട്ടും ആ,
പാലാക്കിയിട്ട് ഞം 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 കരയണ്ടാട്ടോ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുക. ആ നിപ്പിള് വെക്കാൻ മറക്കണ്ട കേട്ടോ. പാട് 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 നമുക്ക് പോവാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു കാര്യം ചെയ്യാം. കുറച്ചുകൂടെ വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ്. 60 ഒരു 55 60 പറ്റുമോ? അപ്പൊ ഒരു കാര്യം ചെയ്യാ, ശ്രീധരന്റെ കടയിൽ പോയിട്ട് കുറച്ച് വെറ്റില, അടയ്ക്ക, പുകല, അത് ഈ പൊതിപ്പുകല തന്നെ വാങ്ങണം, ചവയ്ക്കാൻ എളുപ്പമാണത്. എന്നിട്ട് വാങ്ങിയിട്ട് ചുണ്ണാമ്പ് തേച്ചിട്ട് കൊടുക്കുക. ആ അമ്മൂമ്മ ഇങ്ങനെ ഇരിക്കും. ഒന്നും പറ്റില്ല. അയ്യേ നമുക്ക് നോക്കാം. ഒരു 18-20 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് 18 എന്തത് 18-20? പിന്നെ പ്രതിഭന്മാർക്കൊക്കെ സുഗന്ധനല്ലേ? നീ എപ്പോ വന്ന് ബോംബിന്ന്? പിന്നെ കേബിളൊക്കെ നന്നായി നടക്കില്ലേ? യൂട്യൂബ് നന്നായിട്ടൊക്കെ പോണില്ലേ? പിന്നെന്താണ്? പിന്നെ സുഗന്ധനല്ലേ? ബോംബെയില് തിരക്കന്നെ അല്ലേ? ഭയങ്കര തിരക്കല്ലേ? അങ്ങോട്ട് ഒരു തിരക്ക്. പിന്നെ സന്തോഷം കണ്ടു. ഇപ്പളേ ചോദിച്ചപ്പോ വെറ്റില, പാൽപാത്രം, ആ ഇപ്പൊ വയസ്സ് പറഞ്ഞപ്പോ ശരി. ശരി, ഇങ്ങോട്ട് വരിക. അല്ല, പാല് വാങ്ങിയോ വീട്ടിലേക്ക്? അപ്പളേ ആ ഇതാ ഒരു കുട്ടി വന്നിട്ടുണ്ട്. എന്താ പേര്, കാര്യങ്ങളൊന്നും ചോദിക്കണ്ടേ? എന്താണ് ചെറി കൂടണേലല്ലോ? എന്താണ്? അല്ല, ഈ സാധാരണ എഴുന്നള്ളത്തിന് ഒരു തിടമ്പ് വെച്ച് കൊടുക്കണ പരിപാടിയുണ്ട്. അതിന്റെ ഒരു കുറവുണ്ടോ? പിന്നല്ലാതെ എന്താണത്? നോക്കൂ, എന്റെ കുട്ടിയെ കണ്ട് ആസ്വദിക്കാനല്ല വിളിച്ചത്. ആ കുട്ടിയുടെ പേര്, നാട്, എന്താ, ആരാണ്, എന്താണ്? നോക്കൂ, നമസ്കാരം ഉണ്ട് കേട്ടോളൂ. വേണ്ടായിട്ടുള്ളൂ, അങ്ങനെ ആടണ്ട, ഒന്ന് അനങ്ങാതെ നിൽക്കൂ. ഞാൻ നോക്കി വരുമ്പോ തന്നെ സമയം 1/2 മണിക്കൂറാകും. അധികം നോക്കണ്ട. അത് നോക്കണ്ട, കാര്യങ്ങളൊക്കെ നടത്താം. അല്ല, എങ്ങനെ നോക്കി വരുമ്പോഴേക്കും സമയം എന്താ അറിയോ, ഞാൻ വേഗം നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഈ 2 കണ്ണുകളുണ്ടല്ലോ, അതെ, ആ കണ്ണുകള് ഇനിയിപ്പോ ഞാന് ഒരു കാര്യം ചിന്തിക്കാതിരിക്കില്ല. എന്താ അറിയോ, എൻ്റെ വിരലിന്റെ അറ്റത്ത് ഒരു കണ്ണുണ്ടെങ്കിലോ എന്ന്. അപ്പൊ ഇതെങ്ങനെയൊക്കെ കാണിച്ചാൽ മതി. കടന്ന ബുദ്ധിയാണ്. അതെ, ഭയങ്കര കടന്ന ബുദ്ധിയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പേരെന്താണ്, എവിടുന്നാണ്, എന്താണെന്നൊക്കെ ചോദിക്കണ്ടേ? നോക്കൂ, എന്താ പേര്? പേരാണെന്ന് കക്കണ്. അതാ നീ കക്കുന്നു വേണോ പഴപ്പ്? പേരാണ് ചോദിക്കണെന്നാ ചോദിച്ചത്. പേര് ചോദിക്കണത്. അതിന് കേക്ക് അതെ, നിങ്ങളുടെ പേരെന്നെ ചോദിക്കണത്. ഛീ, ഈ വെള്ളം വെള്ളച്ചീന്ന് എത്ര പഴയ പേരാണ്. ആളാണെങ്കിൽ പുതുപ്പണം. നോട്ട് കുട്ടി, വെള്ളച്ചിയൊക്കെ പഴയ പേരല്ലേ? പഴയ ആൾക്കാരാണ്. പഴയ ആൾക്കാർ. അപ്പൊ പഴയ ആൾക്കാർ എങ്ങനെയായിരിക്കും അല്ലേ? ഇതിപ്പോ പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെ ഈ ലെവല് മോഡേണും. ഇത് നമ്മളൊന്ന് ആക്കിയതാണോ എന്നൊരു സംശയം. കാര്യം പറഞ്ഞതാണോ? അപ്പൊ വെള്ളച്ചി, ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ തന്നെ വെള്ളച്ചിന്ന് തന്നെ വിളിക്കാതെ വേറെ വല്ല പേരുണ്ടോ? പക്ഷെ ഞാൻ വിളിക്കില്ല. ഞാൻ ആ അക്രമം കാണിക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. എന്നെ വെള്ളച്ചിന്ന് വിളിക്കില്ല. ഞാൻ ഗായത്രി എന്ന് വിളിച്ചോട്ടെ. പിന്നെ സ്നേഹം കൂടുമ്പോ ഗായു. അല്ല, എന്റെ ഗായു അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കണ പോലെ അതൊന്നുമല്ല. ഞാനും ഗായും കൂടെ കുറെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങക്ക് നെല്ലിയാമ്പതിക്ക് പോണം. പോണതിന് മുമ്പ് പോത്തുണ്ടി ഡാം കാണണം. ഡാം അതൊന്നും അല്ല, അതൊക്കെ നിർത്ത്. ആ കുട്ടി എന്തിനാ വന്നത്? ഒന്ന് തുടയ്ക്കൂ, വേർപ്പ് പൊടിയുന്നു. ഇല്ല, ഒന്ന് തുടയ്ക്കൂ. സൈഡിലൊക്കെ അല്ലല്ല, നിക്കില്ല. ആ കുട്ടി ഇതാ വെറുതെ ഇങ്ങനെ ആക്കുക. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോ കാണാറുണ്ട്, ബസ്സിലും. ഇതാ ഞാൻ വിചാരിക്കും ഇപ്പൊ കിട്ടും ഉമ്മ എന്ന്. എവിടെ ഇങ്ങനെ ആക്കി ഇരിക്കന്നെ, ഇങ്ങനെ ആക്കുക. നീ ഇവിടെ വാ. അല്ല, ഗായുവിന്റെ നാട് എവിടെയാണ്? അതാ എല്ലാം നാറി അതിൽ പടവും ചെയ്തു.
കേട്ടോ തമിഴ് ആറും ചെയ്തു അവൻ പടുവും ചെയ്തു. അതല്ല പറഞ്ഞത്. ബീഞ്ഞാറ് ബീഞ്ഞാറ് പടിഞ്ഞാറ് പടിഞ്ഞാറ് ആ കാഞ്ഞിക്കാടൻ തമ്പുരാന്റെ ആ പട്ടിയിലാണ് അവൻ പൊട്ടു. പട്ടിയിലാണ് അവിടെ ജോലി അതെ. അങ്ങനെ പറ. അപ്പൊ ഗായുവിന് അവിടെ ജോലി. ആ തമ്പുരാൻ എത്ര ഭാഗ്യവാൻ. ആ അല്ലേ അല്ലേ പ്രതിവട്ട അല്ലേ ജി അല്ലേ ജി. ആ ആ ഭാഗ്യവാനെ ഒന്ന് കണ്ടല്ലേ അങ്ങനെ തൊഴുതിട്ട് നീ എപ്പ ചാകും എന്ന് ചോദിക്കണം അല്ലേ. നമുക്ക് കണ്ടം വാങ്ങാമല്ലോ. ആ അതൊക്കെ നമ്മുടെ പേരിൽ എഴുതി തരികയാണെങ്കിൽ പിന്നെ എന്താണ് ഇപ്പൊ. ആ പിന്നല്ലാതെ ആ ഒരു കുട്ടി വന്നാല് അവിടെ ചോദിച്ചു ജാതി വേണമെങ്കിലും ചോദിക്കാം. ചോദിക്കാം അല്ലേ. അല്ല കാര്യക്കാരൻ തമ്പുരാന്റെ ആരനെ പട്ടിയിൽ ആരനെ വലിയെന്ന് ഞാൻ ചെറുതാണെന്ന് ചെറുത് ആരനെ ആ പട്ടിയില് അതെയോ. അപ്പോ അത് ശരി. എന്ത് അവിടുത്തെ കാര്യക്കാരി ഞാൻ കണ്ടപ്പോഴേ നീ ചെറിമീന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കിരിയത്തിലെ നായരുകുട്ടി തന്നെ തോന്നിയത് എനിക്ക്. അതെയോ. പക്ഷെ ഗായുവിന് നമുക്കിപ്പോ മെമ്മോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദേശം പ്രസിഡന്റ് അതിന് ഇവിടെ സ്റ്റോപ്പൊക്കെ വരുന്ന പറയണം അടുത്ത് തന്നെ. നമുക്ക് വേണമെങ്കിൽ പൊള്ളാച്ചി വഴി പഴനിക്ക് പോവാം. അതെ മുരുകനെ കാണണം തോന്നണില്ലേ. കാര്യം പിന്നെ നോക്കാം. ആ ആ ആ ആ ആ കുട്ടിയുടെ ജോലി അവിടെ എന്താണെന്നൊക്കെ ചോദിക്കണ്ടേ. അതെ നിന്റെ ജോലി എവിടെയാണമ്മ. കോഴിതോറും എണീക്കാന്ന്. ഛീ, അവിടെ നിക്ക്. കോഴി തൂറുമ്പോ എണീക്കാന്ന്. അപ്പൊ ഗായു കിടക്കുമ്പോ ആ ബെഡിന്റെ മുകളിലായിട്ട് കോഴി ഇങ്ങനെ ചാത്തൻ കോഴിയോ അതോ പടക്കോഴിയോ ഇങ്ങനെ കെട്ടി തൂക്കും. എന്നിട്ട് അതിങ്ങനെ അത് മുട്ടുമ്പോ നിക്കേ പ്ലക്കോ 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 എന്ന് അങ്ങനെ കാട്ടുവിടും ഇവളുടെ മുഖത്തേക്ക്. അപ്പൊ അങ്ങനെ കണ്ണിനെ ഇങ്ങനെ പിരിച്ചിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് എണീറ്റ് വരും അല്ലേ. അങ്ങനെയല്ല. കോഴി കൂകുമ്പോ എണീക്കാന്നാ പറഞ്ഞത്. അപ്പൊ ഇവരവിടെ കൂകലൊക്കെ തൂറല്ലോ. അത് കേട്ടോ നമ്മള് തെറ്റിയതാണ്. അപ്പൊ എല്ലാറ്റും ഗായു എല്ലാറ്റും എന്റെ തെറ്റന്നെ എനിക്കിത് വേണം. എന്നിട്ട് ആ എന്നിട്ട് തുഞ്ചന് വെള്ളം തേക്കാന്ന്. ഇപ്പൊ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. ഏ ഏ അല്ല ബാത്റൂം ഉണ്ട്, ബാത്ത് ടബ് ഉണ്ട്. എന്നിട്ട് നീ ഇതൊക്കെ ഈ വെള്ളം തേകണ പരിപാടിയൊക്കെ എന്റെ അല്ല രാവിലെ എണീറ്റിട്ട് ആ ദിനചര്യക്കെ ഇവള് വെള്ളം തേകലാണെന്ന് പഞ്ചകേ. അതെയോ. അത് കഴിഞ്ഞിട്ട് ചക്കരം ചവിട്ടാന്ന്. ചക്രം ചവിട്ടല് ചക്രേ നമ്മുടെ അല്ല അതല്ല ആ കാലമൊക്കെ പോയി. നീ ചക്രമൊന്നും ചവിട്ടണ്ട. അപ്പൊ എന്താ എന്താണ് ട്രിമ്മറോ എന്താണ് അതിന് പറയാ. ട്രിമ്മറല്ല എന്താണ് ഈ സ്പീഡിൽ നടക്കാൻ വേണ്ടിട്ട് ട്രെഡ്മിൽ യെസ് ദേർ യു ആർ. ട്രെഡ്മില് വീട്ടിൽ വാങ്ങിച്ചു വെച്ചൂടെ. എങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട്. ആ അത് കണ്ടറിയല്ലോ എന്റെ ഗായുവിന് നല്ല ആരോഗ്യം ഉണ്ടല്ലോ. ആ കുട്ടി പറഞ്ഞത് പണ്ട് മോട്ടറൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ചക്രം ചവിട്ടിട്ടാണ് വെള്ളം തേകുക. ആ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ ട്രെഡ്മില്ലല്ല അല്ലേ. എന്നിട്ട് അതെ കൃഷിപ്പണിയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇനി കാര്യത്തിൽ കിടക്കാം. അല്ലല്ല കാര്യത്തിൽ കിടക്കണം. പ്രദീപേട്ടന്റെ കളം അവിടെ കൃഷിപ്പണിയാണ്. അപ്പൊ അവിടേക്ക് നമുക്ക് അപ്പോയിന്റ് ചെയ്താലോ. അല്ല എല്ലാറ്റിനും കൂടിയിട്ട്. അപ്പൊ നമുക്ക് ഇടയ്ക്ക് നിങ്ങളെ കാണാനും എനിക്ക് വരാം. അവിടെ ഇരുന്ന് ഗായുവിനെയും കാണാം. ഗായുവിനായിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം, പങ്കുവെക്കാം. ആ നിന്റെ ചവിട്ടലൊന്ന് കാണണം ഗായു. ഓ ഓ താതൈ ദൈ താതൈ ദൈ താതൈ ദൈ താതൈ ദൈ താതൈ ദൈ താതൈ ദൈ തകൃതി തോം തൈദാ താതൈ ദൈ താതൈ ദൈ താതൈ ദൈ താതൈ ദൈ താതൈ ദൈ താതൈ ദൈ തകൃതി തോം ചക്കരമൊന്നു
കിട്ടാനിട്ടോ പിന്നെ തമ്പൂരാൻ കണ്ടെങ്കിൽ തല്ലലുണ്ട്. ഒയ്യാര കൊണ്ട കെട്ടി ഓമന പൂവും ചൂടി ഓടിപ്പെയ്തു മഴ എൻ്റെ നാട്ടിൽ. കൊണ്ട കെട്ടി ഓമന പൂഞ്ചൂടി ഓടിപ്പെയ്തു മഴ എൻ്റെ നാട്ടിൽ. കൊങ്ങിൽ മഴ പെയ്തു പുഴയിൽ വെള്ളം വന്നു കെട്ടിയിട്ടും പൂട്ടിയിട്ടും നിക്കീണില്ല. കൊങ്ങിൽ മഴ പെയ്തു പുഴയിൽ വെള്ളം വന്നു കെട്ടിയിട്ടും പൂട്ടിയിട്ടും നിൽക്കണില്ല. കെട്ടിയിട്ടും പൂട്ടിയിട്ടും നിക്കാഞ്ഞിട്ടു പിന്നെ ആറ്റുവാഴ വെട്ടി അണതടുത്തു. കെട്ടിയിട്ടും പൂട്ടിയിട്ടും നിക്കാണിട്ടോ പിന്നെ കാറ്റുവാഴ വെട്ടി അണമെടുത്തു. ആലകാല വിഷം പോൽ അടിനാലം കറുത്തപ്പോൾ അലറി പെയ്തു മഴ എൻ്റെ നാട്ടിൽ. ആലകാല വിഷം പോൽ അടിനാലും കറുത്തപ്പോൾ അലറി പെയ്തു മഴ എൻ്റെ നാട്ടിൽ. കൊങ്കനും കോടയും കൂടിയെതിർത്തപ്പോൾ കോരിച്ചോരിഞ്ഞു മഴ എൻ്റെ നാട്ടിൽ. പൊങ്ങനും കോടയും മുടിയേതപ്പോൾ കൊരിച്ചൊരിഞ്ഞു മഴ എൻ്റെ നാട്ടിൽ. നാലു ദിശൈ കറുത്ത് നടുവിലിടിയും വെട്ടി നന്നായി പെയ്തു മഴ എൻ്റെ നാട്ടിൽ. നാലു ദിശകറുത്ത് നടുവിലിടിയും വെട്ടി നന്നായി മഴ എൻ്റെ നാട്ടിൽ. താതൈതൈ 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 പ്രകൃതിത്തോ. ചക്രം ചവിട്ടണം. ഇവിടെ ആദ്യം ഒരു കാര്യം പറഞ്ഞു പ്രതിവട്ട, അതായത് തമ്പുരാന്റെ തല്ലലുണ്ട് എന്ന്. അത് ഈ കാലത്ത് ഞാൻ പൊതുവെ പറയുകയാണെങ്കിൽ തൊഴിൽ സ്ഥലത്തോ അല്ലെങ്കിൽ അല്ലാതെയോ ഈ പ്രത്യേകിച്ച് വനിതകളെ മർദ്ദിക്കുക, തല്ലുക, അത് പീഡനത്തിൽ വരും. അയാൾ ഉള്ളു പോവും. ആര്? നിന്റെ തമ്പുരാനില്ലേ എവിടെ? ഗായു തമ്പുരാൻ ഉള്ളു പോവും കേട്ടോ. പിന്നെ നിന്നെ തല്ലണമെന്നൊക്കെ പറഞ്ഞു. അതെയോ? പിന്നെ എന്താണ്, തലോടലാണോ? ചക്രം ചവിട്ടല് തിരി ചവിട്ടല് ഇത്തിരി കൂടുണ്ട്. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ഇല്ല, ചോദിച്ചില്ല. ഞാൻ ചോദിക്കാം. അല്ലല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നോക്കൂ ഗായു, ഇവിടെ ഇപ്പോ ഈ വടവന്നൂര് 2 മണി കഴിഞ്ഞു കേട്ടോ. ഈ നേരത്തെ എന്തിനാ നീ വന്ന്? ആഹാ, എന്റെ ഗായിന് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു. പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ കല്യാണം കഴിഞ്ഞ കുട്ടിയാണെന്ന്. അത് പറയില്ല. പക്ഷെ കഴിഞ്ഞു.
അല്ല കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആയി? എത്ര ദിവസം അതോ മാസം വർഷം? 2-3 കൊല്ലായി. 2-3 കൊല്ലയോ? അല്ലാന്ന് മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ നമ്മളെന്തിനാ ഇടപെടണം? അല്ല അവളുടെ കല്യാണം കഴിഞ്ഞു, 2-3 കൊല്ലവും കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നിട്ടും അവൾക്ക് വല്ലതും സഹായിക്കണം എന്ന് ഇങ്ങനെ ഉള്ളിൽ പതഞ്ഞ് വരികയാണ്. അതെ, പൊന്തിയും പതഞ്ഞും. എൻ്റെ കുട്ടി ഗായു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായിട്ടും ഒന്നും ആയില്ല? അയ്യോ, എന്തൊരു കഷ്ടം. അവനെ എന്താ ചെയ്യേണ്ടത്? നെങ്ങത്ത് ചവിട്ടിയിട്ട് മട്ടയ്ക്കൊരു ചൊട്ടും കൊടുക്കണം. ആ അപ്പൊ നീ ചക്രം ചവിട്ടിലും അവൻ വേറെ വല്ലതും ചവിട്ടി മിണ്ടാതിരിക്കുകയാണ്, ബീഡിയും വലിച്ചിരിക്കുകയാണ് അവൻ. അതെ, ഓ അങ്ങനത്തെ ആളല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ നീ ഇങ്ങനെ നിൽക്കണത്. 3 വർഷമൊക്കെ ആയിട്ട് കുട്ടി, ഇനി മൂക്കിൽ പല്ല് മുളയ്ക്കുമ്പോഴാണ് നിനക്ക് വേണ്ടത്. പിന്നെ ഓ നീട്ടി കൊണ്ടുപോണ്ട, പിന്നെ ആശ പിന്നെ കിട്ടില്ല കേട്ടോ, പിന്നെ ദത്തെടുക്കേണ്ടി വരും. ആ അതെ, നിന്റെ ഭർത്താവുമായിട്ട് ഇങ്ങനെ ഭർത്താവിനെ തെരഞ്ഞു വന്നു എന്നല്ലേ പറഞ്ഞത്? എവിടെ വിട്ട്? ചൊളയങ്കാവ് വേല, ചകിണിക്കാവിന്റെ ചൊള എന്ന് പറഞ്ഞാൽ ചക്കച്ചൊളയല്ലേ ഉള്ളൂ. പിന്നെ മീൻ ചൊളാന്നുണ്ടോ? ഇല്ലല്ലോ. മീനിന് എന്താ പറയാ? മീൻ ചെളുക്കാന്നാ പറയാ. മുളയങ്കാവിലോ? ദേവി അമ്മേ, മുളയങ്കാവിലെ അമ്മേ. എന്നിട്ട് അപ്പൊ എന്തോ പറ്റിയിട്ടുണ്ട്. നിനക്ക് ചക്ക തിന്നണമെന്ന് തോന്നുക, പിന്നെ മനം പെരട്ടി വരണ്ടോ ഇടയ്ക്ക്, ഇങ്ങനെ പറഞ്ഞിട്ട് ഛർദിക്കാൻ വരണ്ടോ? അപ്പൊ ആരെങ്കിലും മുഖത്ത് വന്നിട്ട് പോട്ടെ സാരമില്ല കേട്ടോ, ഇത് ആദ്യമൊക്കെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അകലേക്ക് ഉണ്ടാവാറുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഞങ്ങള് സാധാരണ അങ്ങനെയൊക്കെയാണ് കണ്ട് പഴക്കം. ചിലവര് ഛർദിക്കുകയില്ല കേട്ടോ, എന്നോടല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കും. ചോട്ടിയും കണ്ട് നിർത്തി എന്റെ ചെറുമൻ ഒരു ചക്കച്ചോള വാങ്ങാൻ പോയതാണ്, തിരിച്ചു വന്നിട്ടേ ഇല്ലാന്ന്. അല്ല, വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ മാത്രല്ലേ ഉള്ളൂ? നിങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടോ? പിന്നെ അവൻ ചക്കയും വാങ്ങാൻ പോയി, അവൻ അവന്റെ പാട്ടിന് പോയി എന്ന് പറഞ്ഞ ഇത്ര നല്ല എന്റെ കുട്ടി ഗായു, ഇത് ശരിയല്ല. അവൻ എന്തോ പറ്റിയിട്ടുണ്ട്. അതെ. അപ്പൊ ഗായു വരൂ, നമുക്ക് ഒരു ഭാഗത്ത് പോയിരിക്കാം. അല്ല, അവളെ ഒന്ന് ഇരുത്തണ്ടേ നമ്മള്? അല്ലേ ചന്ദ്രേട്ടെ, എവിടെയെങ്കിലും ഉറുമ്പ് കടിക്കാത്ത ഭാഗത്ത് പോയിട്ട്. ചന്ദ്രേട്ട പറഞ്ഞാൽ ഞാൻ അത് വേദവാക്യമാണ്. അവള് പോയി ഇരുന്നോളും, നീ ഇവിടെ തന്നെ നിൽക്കുകയെന്ന്. ശരി, മോള് പൊയ്ക്കോളൂ കേട്ടോ ഗായു. ശരി.
പടിഞ്ഞാറൻ നാട്ടിൻ നാട് അത്തൈ പടിഞ്ഞാറൻ നാട്ടിൻ നാട് അത്തിവൈതൈ പടിഞ്ഞാറ നാട്ടിലെ രക്തമുളയനാണ് അത്തൈതൈ പടിഞ്ഞാറ നാട്ടിലെ രക്തമുളയനാണ് പടിഞ്ഞാറൻ നാട്ടിലെ രക്തമുളയനാണ് അത്തൈതൈ പടിഞ്ഞാറൻ നാട്ടിലെ രക്തമുളയനാണ് അത്തിവൈതൈ പടിഞ്ഞാറ നാട്ടിലെ രക്തമുളയനാണ് അത്തൈതൈ പടിഞ്ഞാറ നാട്ടിലെ രക്തമുളയനാണ് അത്തിവൈതൈ പടിഞ്ഞാറൻ നാട്ടിലെ രക്തമുളയനാണ് അത്തൈതൈ പടിഞ്ഞാറൻ നാട്ടിലെ രക്തമുളയനാണ് അത്തിവൈതൈ ഓരാനയ്ക്ക് രണ്ടല്ലേ വാല് അത്തൈതൈ ഓരാനയ്ക്ക് രണ്ടല്ലേ വാല് 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 അത്തിവൈതൈ ഓരാനയ്ക്ക് മൂന്നല്ലേ കൊമ്പ് അത്തൈതൈ ഓരാനയ്ക്ക് മൂന്നല്ലേ കൊമ്പ് 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 അത്തിവൈതൈ പാവടി പൂവടി കമ്പം കതിർവിളക്ക് അത്തൈതൈ പാവടി പൂവടി കമ്പം കതിർവിളക്ക് അത്തിവൈതൈ പാവടി പൂവടി കമ്പം കതിർവിളക്ക് അത്തൈതൈ പാവടി പൂവടി കമ്പം കതിർവിളക്ക് അത്തിവൈതൈ പാവടി പൂവടി കമ്പം കതിർവിളക്ക് അത്തൈതൈ പാവടി പൂവടി കമ്പം കതിർവിളക്ക് അത്തിവൈതൈ പാവടി പൂവടി കമ്പം കതിർവിളക്ക് അത്തൈതൈ പാവടി പൂവടി കമ്പം കതിർവിളക്ക് അത്തിവൈതൈ കുളം പറ്റ പറ്റ വിളക്ക് വിളക്കാണപ്പോ നമുക്കൊന്നും പഴഞ്ചൊല്ലേ അറിയില്ല, ഈ ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന്. കാളയ്ക്ക് 32 മൂക്കയർ ചെണ്ണയാണപ്പോ വെറും പാഞ്ചലും പറഞ്ഞു മനസ്സിലായില്ലല്ലോ. അല്ല, നമ്മളെ മനസ്സിലായില്ല, ആരാണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലതൊക്കെ നല്ല ബഹുമാനം. അത് ഞാനല്ല, അയാള് പാലത്തിലിരിക്കണു, നീ പറഞ്ഞ ആള്. ഏതൊക്കെയാണ് ഇരിക്കുന്നത്? അത് ഇത്തിരി പറയാൻ വിഷമമുണ്ട്. നീ എന്ത് ചെയ്യും എന്നെ പറഞ്ഞില്ലെങ്കിൽ? എന്താണ്? എന്തെങ്കിലും ചെയ്തിട്ടേ നമുക്ക് വയ്യ. ആ, നിനക്ക് വിവരമുണ്ട്. വിവരം വിവരം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ എന്താ അർത്ഥം അറിയോ? അത്രയ്ക്കുള്ള വിവരമൊന്നും ഇല്ല തമ്പ്ര. അങ്ങനെ വഴിക്കുവാ. അല്ല, ഇവനെ കുറെ മുമ്പ് ആനയ്ക്ക് 3 കൊമ്പ്, എങ്ങനെയാണ് ആനയ്ക്ക് 3 കൊമ്പ് വരണം? ആനയ്ക്ക് ചൊതവേ എത്രയാന്ന് കൊമ്പ്? എത്രയാണ്? 2 അല്ലേ കണ്ടിട്ടുള്ളൂ. ആലിന്റെ കൊമ്പും കൂടെ ചേർത്ത ആലിന്റെ കൊമ്പ് ആലിലല്ലേ ഇരിക്കണം. കൊമ്പല്ലേ? ബുദ്ധിമാനോ? പിന്നെ ബുദ്ധി രാക്ഷസൻ. പിന്നെ വാലെത്രയുണ്ട് ആനയ്ക്ക്? ചൊതവേ ആനയ്ക്ക് എത്രയാന്ന് മാറി? നമ്മുടെ അതെ അതെ, അതോ ആന വാലില് ഒരു രോമം പോലും ഉണ്ടാവില്ല. പാപ്പാനിങ്ങനെ അരിഞ്ഞരിഞ്ഞ് കൊടുക്കില്ലേ മോതിരം, ആന മോതിരം, ആനവാൽ മോതിരം, ബ്രേസ്ലെറ്റ്. പാപ്പാന്റെ കോണവാലും കൂടെ ചേർത്ത് എത്രയായിരുന്നു? നോക്ക്, ഇപ്പൊ പാപ്പാന്മാരായിക്കോട്ടെ, കൃഷിപ്പണിക്കാരായിക്കോട്ടെ, ബംഗാളികളായിക്കോട്ടെ, നമ്മുടെ മേനോ കുടങ്ങളായിക്കോട്ടെ, എല്ലാവരും ഈ കോണമൊന്നും യൂസ് ചെയ്യില്ലടേ.
ചൂടുകാലല്ലേ ചൂട് കാലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നല്ല 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 സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അതെങ്ങനെ അറിയോ? മുണ്ട കൊടുത്ത് പാൻറ്റൊക്കെ ഇട്ടാലും കുറെ ഭാഗം കാണും. അതിന് നല്ലത് കോണാൻ തന്നെയല്ലേ? അതൊക്കെ അവരവര് ഇഷ്ടോടാ. കോളകെന്ന് പറയണു. നീ ഗുരുവായൂർ പോയി കണ്ടിട്ടുണ്ടോ? എന്താണ് ഗുരുവായൂർ? അവര് ഇത്ര നീളത്തിലൊരു കഷ്ണം, എന്താ തുണി കഷ്ണം, മതി. അരിയിലൊരു ചരട്, ഈ തുണി കഷ്ണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണവര്. എന്തൊരു വിനയം! ഒന്നുമില്ല ഭഗവാന്, ഈ ഒരു തുണി കഷ്ണം മാത്രമേ എന്റെ കൂടപ്പറപ്പിനുള്ളൂ എന്ന്. പോകുമ്പോ തുണി കഷ്ണം തന്നെയല്ലേ ബാക്കിയുള്ളൂ. അത് മതി. തുണി കഷ്ണം തന്നെയല്ലേ ബാക്കിയുള്ളൂ. അതെ അതെ, പുതയ്ക്കും. നീ നക്ഷത്രം ഏതാണ്? അറിയില്ലാന്ന്. നീ നിന്റെ നാളെന്താണ് പറ? ശ്രീരാമന്റെ നാളാണെന്ന്. എന്താണ് പുണർദം? അതേന്ന്. പുണർദം നല്ല നാളാണ് കേട്ടോ, നല്ല കുട്ടിയാണ്. ഇന്നലെ ആയിരുന്നു പിറന്നാള്. പക്ഷെ എപ്പോഴും ദുഃഖമാണ് നിനക്ക്. എന്താ ചെയ്യാ? വടവന്നൂരല്ലേ? എന്താ വടവന്നൂര് ദുഃഖത്തിന്റെ പര്യായമാണോ? ഞങ്ങളൊക്കെ എത്ര ഹാപ്പി ആയിട്ടിരിക്കണു അല്ലേ? നിനക്ക് എന്ത് ഇത്ര ദുഃഖം? ശരി, നിന്റെ പേര് അതിലേക്ക് കിടക്കാം. നിന്റെ പേരെന്താണമ്മ? എന്റെ പേര് രക്കന്ന്. രക്കൻ. രക്കൻ രക്കന്ന്. ഓ രക്കൻ, നിന്റെ പേര് രക്കൻ അല്ലേ? അതേന്ന്. ഇനി മക്കളുടെ പേരെന്താണ്? ഞാൻ പറഞ്ഞില്ലേ, അയാള് പാലത്തിരിക്കുകയാണ്, കാറ്റ് കൊണ്ടോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? നല്ല ബഹുമാനമുള്ള ആള് അല്ലേ? പിന്നല്ലാതെ അവരെ കുറ്റിയും പുഴയ്ക്ക് വന്നത് എന്തിനാണെന്നൊക്കെ അല്ല, ഇവന്റെ ഇടപാട് തീർക്കാനായില്ല. നിന്റെ ജാതി എന്താണ്ടാ പറ. ഞാനല്ലേന്ന്. ചെറുത്. ചെറുതോ? സ്മോൾ. അതേന്ന്. ഇപ്പൊ എത്ര എണ്ണം കഴിച്ചു നീ? കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്ന്. അപ്പൊ ഇല്ല പച്ച? പച്ച. അതെ, രക്ക. ഓ, എന്റെ രക്കൻ ഇവിടെ എഴുന്നള്ളിയത് എന്തിനാണാവോ? ഞാൻ എന്റെ ചെറുതിനെ തപ്പി വന്നാണെന്ന്. അപ്പൊ നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു? കഴിഞ്ഞൂന്ന്. അതെയോ? കഴിഞ്ഞു. കഴിഞ്ഞിട്ട് എത്ര? 2-3 കൊല്ലമായി. എന്നിട്ട് സംഗതി ഇതായി. ഇതാണ് പ്രതിവട്ടം. എന്താ അറിയോ? ഇപ്പോൾ പൊതുവേ നമ്മൾ കണ്ടുവരണത് എന്താ അറിയോ? കല്യാണം കഴിയും, 1-2 കൊല്ലം കഴിയുമ്പോഴേക്കും ഭാര്യ വെച്ച് കൊടുത്ത ഉപ്പേരിയിൽ ഉപ്പ് ലേശം കൂടി, അല്ലെങ്കിൽ ചട്നിയിൽ മുളക് കമ്മിയായി, കടുക് വറുത്തത് പോരാ, അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ അറിയോ? ടപ്പെന്ന് ഒരു ഡിവോഴ്സ് ആവുകയാണ്. അങ്ങനെ ഡിവോഴ്സ് വല്ലതും ആയതാണോ നിങ്ങള്? അല്ലല്ല, അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ സംവിധാനമുണ്ട്, കുടുംബ കോടതി ഉണ്ട്, ഫാമിലി കോർട്ട്, കുടുംബ കോടതി, മനസ്സിലായോ? അവിടെ ഇത് കേക്കടാ. അവിടെ പോയി കഴിഞ്ഞാല് നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് ആദ്യം നിങ്ങളെ കൗൺസിലിംഗ് ഒക്കെ തന്ന്, എന്നിട്ട് നിങ്ങളെ പരമാവധി ആ ഡിവോഴ്സിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്ത് തരാൻ അവർ പൂർണ്ണമായും സഹായിക്കും. അല്ല, നിന്റെ പ്രശ്നം നീ അവിടെ പറഞ്ഞാൽ മതി. അല്ല, നിനക്ക് വക്കീലിനെ കാണെങ്കിൽ 2-3 വക്കീലുമാരെ നമ്മൾ അല്ല ഡിവോഴ്സ് ആവാൻ അല്ല സാധ്യത ഉണ്ടല്ലോ. അതൊന്നും പറഞ്ഞില്ലല്ലോ അവൻ. നീ എവിടെ വിട്ടിട്ട് പോടാ? എവിടെ? ഞാനും എന്റെ ചെറുതും കൂടെ ചൊളയങ്കാവ് വേല കാണാൻ പോയതാണെന്ന്. എടാ അല്ല, ഒന്ന് കാര്യം എന്താ അറിയോ മുരളിയേട്ടാ, ഇപ്പൊ വേല, പൂരം, ഇതൊക്കെ ഗംഭീരമായി നടക്കണ സമയമാണ്. വർഷം നല്ലോണം പങ്കാളിത്തമുണ്ട് ജനങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പങ്കാളിത്തമൊക്കെ. എന്താ പറയുക, നിങ്ങൾ കുമ്മാട്ടി കണ്ടില്ലേ? നമ്മളെ പെൺകുട്ടികൾ ഇങ്ങനെ നിന്ന് കളിക്കലിങ്ങനെ ജിഗി 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 അല്ലേ? എന്നിട്ട് അവിടെ എത്തിയപ്പോ അവൾക്ക് ഒരു കടി ചക്ക തിന്നാനുള്ള പൂതി തോന്നിയെന്ന്. അത് സ്വാഭാവികം. ചക്ക തിന്നാൻ തോന്നും. ഈച്ച പോത്തി ഇരിക്കണ ചക്ക തിന്നാൻ തോന്നും. എന്നിട്ടോ അവിടെ അക്കര കമ്പത്തിന്റെ ചോട്ടില് നിർത്തിയും കണ്ട് ഒരു കടി ചക്ക വാങ്ങിക്കാൻ പോയതാണെന്ന്. അപ്പൊ പോയി വാങ്ങി വരുമ്പോഴേക്കും അവളെ കാണാനില്ലെന്ന്. നീ എന്ത് ചെയ്യും? ചക്ക അങ്ങനെ പോയി വാങ്ങി വരാൻ പോയ പോലെ തോന്നില്ലല്ലോ. എന്താ ചെയ്തല്ലോ നീ? ചക്ക വാങ്ങാൻ പോയിന്ന്. ഒരു കടി ചക്ക കാശ് കൊടുത്ത് വാങ്ങിച്ചു. ഒരു കടി ചക്ക ഇങ്ങനെ തട്ടി മേടിച്ചു. അത് പിന്നെ ആദ്യം മിണ്ടിയില്ല, ഈ കള്ളം മിണ്ടിയില്ല. അതെ, ചെയ്യാൻ പാടാത്തത് ചെയ്തത്
അത് ശരിയായില്ല രക്ക. നമ്മൾ അന്യൻ്റെ മുതൽ കക്കരുത്. വേലയൊക്കെ അല്ലേന്ന്. വേല കൈത പോക്കറ്റിലെ പൈസ എടുത്ത് വാങ്ങണോ, എന്നിട്ട് കൊണ്ടിട്ട് കൊടുക്ക് നിന്റെ കെട്ടികൊടുക്ക്. അവരെന്ത് ചെയ്ത് പറ? അങ്ങനെ ആ ഒരു കടിച്ചക്ക ആ. കട്ടിയെടുത്തും കണ്ട് പോകുമ്പോ ഇതാ വരുന്നു കോഴിച്ചൂട്ടന്മാര്. കോഴിച്ചൂട്ടന്മാരോ? പോലീസുകാരെ പറയണം. പോലീസുകാരോ? ആ ആ ആ ആ എന്നിട്ട് അവര് എന്റെ വായിൽ കുറച്ച് അവിലൂട്ട് തന്ന് ജനകീയ പോലീസല്ലേ? കാതിലൊരു കടക്കനും കുത്തിയത്. അമ്മോ, ഈ സ്വർണത്തിന്റെ വിലക്ക്. അതെ, ഇവന്റെ ചെകിട്ടത്ത് അടിച്ചിട്ട് പല്ല് മുഴുവൻ കൊഴിഞ്ഞു. അവന് തോന്നിയ അവിലിട്ട് തന്നാണ് അതല്ലേ. ഇനി കുറെ കഴിഞ്ഞാൽ അവലൂസ് ഉണ്ട തരും നിനക്ക്. കഴിഞ്ഞു കണ്ടേ നേരെ വരുമ്പോണ്ട് ഇതാ കിടക്കണോന്ന് ഒരു സാധനം. എന്ത് സാധനമാണ്? ഇതാണ് ഒരു വലിയൊരു ശൂലപ്പന. ഇവിടെ നമ്മള് കാണുന്നത് ഇവിടെ വെറും മണ്ണാണ് കാണുന്നത്. ആ ആ അതെ 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 ചിറ്റൂരൊക്കെ അങ്ങനെയാണ്. ആ അവന്മാര് അത് തൂക്കി എന്റെ തോളില് വെച്ച് തന്നു. തോളില് ഞാനിങ്ങനെ കരഞ്ഞ് 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 പിടിച്ചു. അപ്പൊ ചൂർപ്പണേക ചാടി. അപ്പൊ നിന്റെ തോളൊക്കെ നല്ല പാകമായിട്ടുണ്ടാവും. ആ എല്ലാം കഴിഞ്ഞ് ആ കമ്പത്തിന്റെ വരുമ്പോ എന്റെ ചെറുതിനെ കാണാനില്ല. ഇത് കഴിഞ്ഞ് ചൂർപ്പനക ചാട്ടി നിന്റെ തോളൊക്കെ വീങ്ങി പിന്നെ വന്ന് നിൽക്കുമ്പോ നിന്റെ ചെറുതുമില്ല, നീ അണ്ടി പോയ അണ്ണാനെ പോലെ നിന്നു. അതല്ലേ ഉണ്ടായത് അല്ലേ? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, നിനക്ക് ദുഃഖമല്ലേ? ദുഃഖത്തിന്റെ മേലെ ദുഃഖം അല്ലേ? അത് 3 കൊല്ലമായിട്ടുള്ളൂ ആ കുട്ടി ഇങ്ങനെ മിസ്സായിട്ട്, അല്ല കല്യാണം കഴിഞ്ഞിട്ട്. അതിനൊരു കാര്യം ചെയ്യാം, ദുഃഖം മാറ്റാൻ നമുക്ക് വകുപ്പുണ്ട്. ഇപ്പൊ സമയത്ര 2:30 നമുക്ക് പാലത്ത് പോയിരിക്കുക. ആ ദുഃഖം മാറ്റി കൊടുക്കണ്ടോ നമ്മള്? ഇതേപോലെ ആ ആ ആ ഗായു. ഞാൻ വിളിക്കട്ടെ? ഗായു അതിനല്ല, വരൂ വരൂ ഗായു. അയ്യോ പാവമേടാ ചിറമോ ഞാനും വന്നല്ലേടാ ചിറമോ ആ പോലാരല്ലേല ലേലാലേ പോലല്ലാലല്ലേ അയ്യോ പാവമേടാ ചിറമോ ഞാനും വന്നല്ലേടാ ചെറുമോ ആ പോലാലല്ലേല ലേലാലേ പോലല്ലാലല്ലേ തെയ്താ കുർബൻ കോപ്പിക്കാമഴ്ത്തിട്ട് ഞാനും വന്നല്ലേടി ചെറുമിയെ ആ പോലാലല്ലേല ലേലാലേ പോലല്ലാലല്ലേ ചെയ്താ കൂർമൻ തോപ്പിക മട്ടിട്ട് ഞാനും വന്നല്ലേ ചെറുമി ആ പോലാലല്ലേല ലേലാലേ പോലല്ലാലല്ലേ ചെയ്താ മുലയിൽ മൂലക്കച്ച കെട്ടിയിട്ടേ ഞാനും വന്നല്ലേടാ ചിറമോ ആ പോലാലല്ലേല ലേലാലേ പോലല്ലാലല്ലേ ചെയ്താ മുലയിൽ മൂലക്കച്ച കെട്ടിയിട്ട് ഞാനും വന്നല്ലേടാ ചെറുമാ ആ പോലാലല്ലേല ലേലാലേ പോലല്ലാലല്ലേ
കിട്ടിയിട്ട് ഞാനും വന്നല്ലേടി ചെറുമിയെ ആ പോലാലല്ലേല ലേലാലേ പോലല്ലേ ചെയ്ത കഴുത്തിൽ കല്ലേമാല കെട്ടിയിട്ട് ഞാനും വന്നല്ലേടി ചെറുമീ ആ പോലാലല്ലേല ലേലാലേ പോലല്ലേ തന്നെയാണെന്ന് എന്റെ ചെറുത്. അതെ, സന്തോഷമായില്ലേ? ദോഷമായി, നിങ്ങളുടേത് കിട്ടിയല്ലോ. അല്ല, നീ ഒരു കാര്യം ചെയ്യണം. പറയൂ. പൂനേരത്ത് മൈന ചപ്പൽസ് ഉണ്ട്, അവിടുന്ന് ഇത്തിരി കട്ടി കൂടി ഒരു ചെരുപ്പ് 2 എണ്ണം വാങ്ങുക. എങ്ങനെയാ ഇതൊക്കെ? ഹൈറ്റ് ഇത്തിരി കൂടെ പൊങ്ങണം നീ ഹൈറ്റ്. ഹൈറ്റിലൊന്നും കാര്യമില്ല. പിന്നെ കാര്യം അല്ലേ? ആ അതാണ്. അപ്പൊ സന്തോഷായില്ലേ? അതേ സന്തോഷമായി. ഗായുവിനും സന്തോഷം തന്നെയല്ലേ? വിഷമുണ്ടോ ഗായു പോണതില്? ഇടയ്ക്ക് ഗായു ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വാ. ആ, പക്ഷെ ചക്ക മാങ്ങ അതൊക്കെ ഇനി വേഗം ആവണം കേട്ടോ. വേനൽക്കാലം അല്ലെന്ന് വേഗം ആവും. ആഹാ, രക്കന് കാര്യം പിടികിട്ടി. പൂവാടി പൂവാടി നമ്മൾ രണ്ടാളും പൊലലല്ലീലാലല്ലി മാത്തൂര് കൂത്ത് കാണാൻ പൂവടി രണ്ടാളും പൊലലല്ലീലാലല്ലി പൂവാടി പൂവാടി നമ്മൾ രണ്ടാളും പൊലലല്ലീലാലല്ലി മാത്തൂര് കൂത്ത് കാണാൻ പൂവടി രണ്ടാളും പൊലലല്ലീലാലല്ലി തലയ്ക്കൊരു തല കൊണ്ടായേക്കില്ല ചിറമോ പൊലലല്ലീലാലല്ലി ഞാനെങ്ങനെ വേല കാണാൻ പോകണ ചിറമോ പൊലലല്ലീലാലല്ലി തലയ്ക്കൊരു തല കൊണ്ടായേക്കില്ല ചിറമോ പൊലലല്ലീലാലല്ലി ഞാനെങ്ങനെ വേല കാണാൻ പോകണ ചിറമോ പൊലലല്ലീലാലല്ലി തലയ്ക്കൊരു തല കൊണ്ട ഇല്ലെങ്കിൽ തരാം പൊലലല്ലീലാലല്ലി എന്നാലും പൊവ്വാടി നമ്മൾ രണ്ടാളും പൊലലല്ലീലാലല്ലി തലയ്ക്കൊരു തല കൊണ്ട ഇല്ലെങ്കിൽ പോട്ടെ പൊലലല്ലീലാലല്ലി എന്നാലും പൊവ്വാടി നമ്മൾ രണ്ടാളും പൊലലല്ലീലാലല്ലി മുലയ്ക്കൊരു മുലക്കച്ചായക്കില്ല ചിറമോ പൊലലല്ലീലാലല്ലി ഞാനെങ്ങനെ വേല കാണാൻ പോകണ ചിറമോ പൊലലല്ലീലാലല്ലി മുലയ്ക്കൊരു മുലക്കച്ചായക്കില്ല ചിറമോ പൊലലല്ലീലാലല്ലി ഞാനെങ്ങനെ വേല കാണാൻ പോകണ ചിറമോ പൊലലല്ലീലാലല്ലി മുലയ്ക്കൊരു മുലക്കച്ചായില്ലെങ്കിൽ തരാം പൊലലല്ലീലാലല്ലി എന്നാലും പൂവാടി നമ്മൾ രണ്ടാളും പൊലലല്ലീലാലല്ലി മുലയ്ക്കൊരു മുലക്കച്ചായില്ലെങ്കിൽ തരാം പൊലലല്ലീലാലല്ലി എന്നാലും പൂവാടി നമ്മൾ രണ്ടാളും പൊലലല്ലീലാലല്ലി ഉടുക്കാനൊരുടുപുടവായേക്കില്ല ചിറമോ പൊലലല്ലീലാലല്ലി ഞാനെങ്ങനെ വേല കാണാൻ പോകണ ചിറമോ പൊലലല്ലീലാലല്ലി ഉടുക്കാനൊരു പുടവായില്ല ചിറമോ പൊലലല്ലീലാലല്ലി ഞാനെങ്ങനെ വേല കാണാൻ പോകണ ചിറമോ പൊലലല്ലീലാലല്ലി ഉടുക്കാനൊരുടുപുടവായില്ലെങ്കിൽ തരാം പൊലലല്ലീലാലല്ലി എന്നാലും പൂവാടി നമ്മൾ രണ്ടാളും പൊലലല്ലീലാലല്ലി ഉടുക്കാനൊരുടുപുടവായില്ലെങ്കിൽ തരാം പൊലലല്ലീലാലല്ലി എന്നാലും പൂവാടി നമ്മൾ രണ്ടാളും പൊലലല്ലീലാലല്ലി പൂവാടി പൂവാടി നമ്മൾ
പൂവാടി പൂവാടി നമ്മൾ രണ്ടാളും ഒലലല്ലീലാലല്ലേ മാത്തൂര് കൂത്തു കാണാൻ പൂവാടി രണ്ടാളും ഒലലല്ലീലാലല്ലേ പൂവാടി പൂവാടി നമ്മൾ രണ്ടാളും കൊലലല്ലീലാലലി മാത്തൂര് കൂത്ത് കാണാൻ പൂവാടി രണ്ടാളും കൊലലല്ലീലാലലി പൂവാടി പൂവാടി നമ്മൾ രണ്ടാളും ഒലലല്ലീലാലല്ലേ മാത്തൂര് കൂത്ത് കാണാൻ പൂവാടി രണ്ടാളും ഒലലല്ലീലാലല്ലേ പൂവാടി പൂവാടി നമ്മൾ രണ്ടാളും കൊലലല്ലീലാലലി മാത്തൂര് കൂത്ത് കാണാൻ പൂവാടി രണ്ടാളും കൊലലല്ലീലാലലി പൂവാടി പൂവാടി നമ്മൾ രണ്ടാളും ഒലലല്ലീലാലല്ലേ മാത്തൂര് കൂത്ത് കാണാൻ പൂവാടി രണ്ടാളും ഒലലല്ലീലാലല്ലേ